സിദ്ദിഖിന് മുൻകൂർ ജാമ്യം. സുപ്രീം കോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു. ശക്തമായി സർക്കാരിൻ്റെ ശക്തമായ എതിർപ്പ് അവഗണിച്ചാണ് സുപ്രീം കോടതി ഇപ്പോൾ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. സിദ്ദിഖിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഒളിവിൽ കഴിയുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ച സാഹചര്യത്തിലായിരുന്നു സുപ്രീം കോടതിയിലേക്ക് സമീപിച്ചത്. ഇതാ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു. ഇനി ഒളിവിലുള്ള സിദ്ദിഖിന് പുറത്തെത്താം. ഒരുപക്ഷെ ഒളിവിലായ സിദ്ദിഖിന് ഈ ഏതർത്ഥത്തിലാണ് മുൻകൂർ ജാമ്യം ലഭ്യമാകുന്നത്? കാരണം അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സഹകരിക്കാത്തൊരു സമീപനമാണ് ആ ഒളിവിൽ പോകുന്നതിലേക്കൊക്കെ നയിച്ചത്. പക്ഷേ സുപ്രീം കോടതി എന്തൊക്കെ കാര്യങ്ങളാണ് പരിഗണിച്ചത്? കാരണം ശക്തമായി സംസ്ഥാന സർക്കാർ എതിർപ്പ് അറിയിച്ചിരുന്നു. മുൻകൂർ ജാമ്യം നൽകരുത്, തെളിവുകൾ നശിപ്പിക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാകും, ഇത്യാദി കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയത്. ഈ തടസ്സ ഹർജിയിലൂടെ മുൻകൂർ ജാമ്യത്തെ എതിർത്തിരുന്നത് അതൊക്കെ മറികടന്ന് എങ്ങനെയാണ് സിദ്ദിഖിന് മുൻകൂർ ജാമ്യത്തിലേക്ക് കോടതി പോയത്? അതിൻ്റെ കാര്യങ്ങൾ ഉത്തരവിൽ കൂടുതൽ വിശദാംശങ്ങളായി അറിയേണ്ടതുണ്ട്. വിഷ്ണു തലബൂർ, വരുന്ന മുറയ്ക്ക് ഏറ്റവും അറിയാവുന്ന വിവരങ്ങൾ. അജിൻഷാദ്, സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നോട്ടീസ് അയക്കാൻ ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഇൻ ദ മീൻ ടൈം ദർ ഷാൽ ബി നോ അറസ്റ്റ് ഓഫ് ദ പെറ്റീഷണർ ഓൺ കണ്ടീഷൻസ് ബൈ ട്രയൽ കോർട്ട് ആൻഡ് സബ്ജക്ട് ടു ഹിം ജോയിനിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. അതായത് ഈ നോട്ടീസ് നൽകിയ സാഹചര്യത്തിൽ നോട്ടീസിന് മറുപടി നൽകുന്നതുവരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് ഇപ്പോൾ സുപ്രീം. അതോടൊപ്പം തന്നെ വിചാരണ കോടതിയുടെ അനുമതികളും നിർദ്ദേശങ്ങളും പ്രകാരം ഇത്തരത്തിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഹാജരാകണം എന്നതടക്കമുള്ള നിർദ്ദേശമാണ് സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും സിദ്ദിഖിനെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. സിദ്ദിഖിന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരിക്കുകയാണ്. സിദ്ദിഖിന് മുൻകൂർ കടുത്ത നിബന്ധനകളും ഉണ്ടാകും ഒരുപക്ഷെ ഈ മുൻകൂർ ജാമ്യത്തോടൊപ്പം. കാരണം അന്വേഷണവുമായി സഹകരിക്കണം എന്നതടക്കം നോട്ടീസ് അയക്കുന്നതിൽ മറുപടി നൽകുന്നത് വരെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത്, ഇങ്ങനെ കടുത്ത നിബന്ധനകളോടുകൂടി തന്നെയാണ് മുൻകൂർ ജാമ്യം സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. അല്ലേ വിഷ്ണു? അങ്ങനെ വായിക്കാമോ? അജിംഷാദ്, ഈ നിബന്ധനകൾ എന്തൊക്കെ വേണമെന്നുള്ളത് ട്രയൽ കോർട്ടായിരിക്കും, വിചാരണ കോടതിയെ എന്നതാണ് സുപ്രീം വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് അന്വേഷണ സംഘവുമായി സഹകരിക്കണം, അവർക്ക് മുന്നിൽ ഹാജരാകണം എന്നതടക്കമുള്ള നിർദ്ദേശവും സുപ്രീം കോടതി ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സുപ്രീം സംസ്ഥാനരും ശക്തമായ എതിർപ്പ് തന്നെയാണ് സുപ്രീം കോടതിയിൽ ഉയരുന്നത്. സിദ്ദിഖിന് മുൻകൂർ ജാമ്യം നൽകരുത് എന്ന വാദം തന്നെയാണ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ അതിജീവിതയ്ക്ക് വേണ്ടി മുതിർന്ന തീർച്ചയായും അതിജീവിതയും തടസ്സ ഹർജി നൽകിയിരുന്നു. മറ്റൊരു പൊതുപ്രവർത്തകനും തടസ്സ ഹർജി നൽകിയിരുന്നു. സിദ്ദിഖിൻ്റെ മകൻ യഥാർത്ഥത്തിൽ അവിടെ ഈ വാദം കേൾക്കാനുണ്ടായിരുന്നു. മാത്രമല്ല മുകുൾ റോത്തഗിയായിരുന്നു സിദ്ദിഖിന് വേണ്ടി ഹാജരായിരുന്നത്. കടുത്ത എതിർപ്പാണ് സംസ്ഥാനം മുമ്പോട്ട് വെച്ചത്, ജാമ്യം നൽകരുത് എന്നത്, അതായത് മുൻകൂർ ജാമ്യം നൽകരുത് എന്നത്. പക്ഷേ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകി. അത് മാത്രമല്ല വിചാരണ കോടതിക്ക് ഇതിന്മേലുള്ള നിബന്ധനകൾ നിശ്ചയിക്കാം എന്നും സുപ്രീം കോടതി ജാമ്യോത്തരവിൽ പറയുന്നുണ്ട്.